ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, മലയാളിയുടെ കണ്ണുകൾക്ക് വെളിച്ചം പകർന്ന നേത്രരോഗ വിദഗ്ധൻ. ലക്ഷത്തിലധികം കണ്ണു ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർ ടോണി നേത്രചികിത്സയ്ക്ക് കേരളത്തിൽ പ്രചാരവും അംഗീകാരവും നേടിക്കൊടുത്തു. എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും സഫലമീ ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ എസ് ടോണി ഫെർണാണ്ടസ്. ആതുര ശുശ്രൂഷ രംഗത്ത് അത്ഭുതങ്ങൾ രചിച്ച കേരളത്തിൻ്റെ അഭിമാനമായ നിസ്വാർത്ഥമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദി ബെസ്റ്റ് സോഷ്യോ മെഡിക്കൽ ഡോക്ടർ അവാർഡ്, ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് അവാർഡ്, പത്മശ്രീ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ ലോകപ്രസിദ്ധ നേത്രരോഗ വിദഗ്ധൻ. അദ്ദേഹത്തിൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ ആതുര ശുശ്രൂഷ വഴികളിലൂടെ അദ്ദേഹത്തോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ മുൻപിലിരിക്കുമ്പോൾ ബൈബിൾ തിരുവചനങ്ങളാണ് എൻ്റെ ഓർമ്മയിലൂടെ എത്തുക. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. വൈദ്യനെ ബഹുമാനിക്കുക, അവനെ കർത്താവാണ് നിയോഗിച്ചിരിക്കുന്നത്. വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു, മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവിൻ്റെ നിയോഗം, വൈദ്യൻ്റെ വൈഭവം, ലോകത്തിൻ്റെ പ്രശംസ, ഇതെല്ലാം അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങയുടെ ജീവിതം സഫലമാണോ, സംതൃപ്തമാണോ? അങ്ങേക്ക് എന്തു തോന്നുന്നു? ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രോഗികൾ വരുമ്പോൾ ഞാൻ മിക്കവാറും പറയാറുണ്ട്, അവർ വന്ന് എന്നോട് പറയും, ഡോക്ടറെ നന്ദി, കാഴ്ച കിട്ടി, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ആദ്യം നന്ദി പറയേണ്ടത് ദൈവത്തിനാണ്. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ആയുധം മാത്രമാണ്. ഇതാണ് ഞാൻ സാധാരണ പറയുന്നത്. അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഡോക്ടറാകണമെന്ന് അങ്ങേക്ക് തോന്നിയത് എപ്പോഴാണ്? അതിന് പ്രചോദിപ്പിച്ച എന്തെങ്കിലും സംഭവങ്ങൾ, പ്രേരിപ്പിച്ച ആരെങ്കിലും വ്യക്തികൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാസ്തവം പറഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് എൻ്റെ ഫാദർ ഈ മെഡിക്കൽ ഫീൽഡിലായിരുന്നു, മലേഷ്യയിലായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അതായത് 20th സെഞ്ച്വറിയുടെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം തെക്കോട്ടുള്ള പല ആൾക്കാരും, ഇവിടുന്ന് ഇപ്പം നമ്മൾ കേരളക്കാർ ദുബായി പോകുന്ന കണക്ക് എല്ലാവരും പലരും മലേഷ്യയിലാണ് പോയത്. അന്ന് അവിടെ ഒരുപാട് എസ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്ന് അവിടെ എസ്റ്റേറ്റ്സ് ഉണ്ടായ സമയത്ത് എസ്റ്റേറ്റ്സിൽ ആണ് വർക്ക് ചെയ്യാനാണ് ഇവരെയൊക്കെ അയച്ചത്. അപ്പോൾ സാധാരണ ലേബറേഴ്സായിട്ട് പോകുന്നതെല്ലാം ശ്രീലങ്കയിൽ നിന്നായിരുന്നു. അന്ന് സിലോൺ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. കുറച്ച് പഠിത്തമുള്ളവരെല്ലാം ക്ലാർക്സായിട്ടും അവിടെ മാനേജേഴ്സായിട്ടും ഒക്കെയാണ് സാധാരണ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അപ്പൻ ഇവിടുന്ന് 10th സ്റ്റാൻഡേർഡ് അന്ന് പാസ്സായിട്ട് മലേഷ്യയിൽ പോയപ്പോൾ അവിടെ ഈ ഡ്രസ്സേഴ്സ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഡോക്ടർമാരവിടെ വളരെ കുറവാണ്. അന്ന് ഈ ഡ്രസ്സേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് 3 വർഷം ഇങ്ങനെ 3 എക്സാം കഴിഞ്ഞിട്ട് അവരാണ് ഈ എസ്റ്റേറ്റ്സിലും ആശുപത്രികളിലൊക്കെ അവിടെ മലേഷ്യയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു ഡോക്ടർ, ബ്രിട്ടീഷ് ഡോക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ പഠിത്തമുള്ള ഡോക്ടർ ഏതെങ്കിലും ഒരു സിറ്റിയിലുണ്ടാവും. അവർ വന്ന് ഈ എസ്റ്റേറ്റ്സിൽ വരും, വിസിറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ജനിച്ച മുതലേ കാണുന്നത്, ഞാനൊരു എസ്റ്റേറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതും ഞങ്ങൾ വളർന്നതുമൊക്കെ. അതുകൊണ്ട് മരുന്നുകളും ഡോക്ടർമാരും കുത്തിവയ്പ്പുമായിട്ട് എനിക്ക് വളരെ ബന്ധമുണ്ട്. ഞാനവിടെ ചെറുപ്പത്തിലേ ഞാൻ ഇതൊക്കെ കാണുമായിരുന്നു. സ്വാഭാവികമായി അത് ഒരു വൈദ്യൻ്റെ ഒരു ഇത്. അപ്പോൾ എനിക്ക് അന്ന് മുതലേ ഒരു ഡോക്ടറാകണമെന്നും, എൻ്റെ പാരൻസിനാണെങ്കിൽ അതിനും കൂടി ഡോക്ടറാക്കണമെന്നും ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യുദ്ധത്തിന് മുമ്പ്, 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് കുറച്ച് പേരൊക്കെ ഇവിടെ, ഫാദർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ വന്നു. ട്രിവാൻഡ്രത്ത് സെറ്റിൽ ഡൗൺ ചെയ്തു അവിടെ പഠിക്കുകയായിരുന്നു.
അന്ന് ഇൻ്റർമീഡിയറ്റ് ആണ്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ ഉടനെ ഇവിടെ അവിടെ ഒരു മെഡിക്കൽ കോളേജ് കൂടി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. പിന്നെ ഉള്ളത് മദ്രാസിലാണ്. കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പോഴാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്, മണിപ്പാടിലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തുടങ്ങി. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ എൻ്റെ അവിടെ ചില കൂട്ടുകാരുമായിട്ടൊക്കെ പോയി അവിടെ കണ്ടുപിടിക്കുകയും അവിടെ അങ്ങനെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഡോക്ടറാകാനൊരു ചാൻസ് അവിടെ ഉണ്ടായത്. 1953 ഞാൻ അവിടെ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാടിൽ. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് പറയാറുണ്ട്, ജീവിതത്തിൻ്റെ പ്രകാശം. കാഴ്ച ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഭീകരമാണ്. അനേകായിരങ്ങളെ അന്ധ തമസിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഈ ഒപ്താൽമോളജി തന്നെ തിരഞ്ഞെടുക്കാൻ വിശേഷിച്ച് കാരണം? ഒരു നല്ല അനുഭവം എനിക്കുണ്ടായി. ഞാൻ ഹൗസ് സർജൻസി നടത്തുന്ന അവസരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ തോന്നി, അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു, മംഗലാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങളുടെ പോസ്റ്റിംഗ്. വളരെ നൂറുകണക്കിന് ആൾക്കാർ വരുന്നത് എല്ലാം 2 കണ്ണും ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും മിക്കവാറും എല്ലാവർക്കും ബ്ലൈൻഡാണ്. 2 കണ്ണും തിമിരമില്ലാതെ ആരെയും എങ്ങനെയൊക്കെയോ അവരവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഓപ്പറേഷൻസ് നടത്തുന്ന കാണാം. പെട്ടെന്ന് അന്നൊക്കെ വളരെ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു. ഇന്നത്തെ കണക്കല്ല, ആധുനിക ഓപ്പറേഷനില്ല. എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ തിമിരം മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തെങ്കിലും കാഴ്ച കിട്ടുക, ആഹാരം കഴിക്കാനോ അത് കാണാനുള്ളൊരു ഒരു അവസരം കിട്ടും. അവർ അന്നൊക്കെ 5-6 ദിവസം കിടക്കണം, കൈയും കാലും ഒക്കെ അനക്കാതെ. അങ്ങനത്തെ ഒരു സർജറി ആയിരുന്നു. തുന്നലുകളൊന്നുമില്ല, തുന്നലൊന്നും ഇടാതെയുള്ള ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെ പിടിച്ച് നിർത്തിയപ്പോൾ 7 ദിവസം കഴിയുമ്പോൾ കെട്ടൊക്കെ അഴിക്കുമ്പോൾ അവിടെ സന്തോഷം, ഞങ്ങളെയൊന്ന് കെട്ടൊക്കെ അഴിക്കുമ്പോൾ അവിടെ സന്തോഷം. ആൾക്കാരെ കാണുമ്പോഴും കുട്ടികളെ കാണുമ്പോഴും കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിൽ പോലും നല്ലൊരു സേവനം ഉണ്ടോ എന്ന് ആലോചിച്ചു. അന്ന് ഞാൻ അവിടെ നിന്നൊക്കെ പാസ്സാകുന്ന അവസരത്തിൽ ലോകത്തിലെ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഏകദേശം 50% ഇന്ത്യയിലെന്നാണ് പറഞ്ഞത്. കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ തന്നെ, അതായത് അതൊരു പ്രയോജനമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇംഗ്ലണ്ടിൽ പോയി ഈ പുതിയ ടെക്നോളജിയൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഇന്ത്യയിൽ വരണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇന്ത്യയിലാണ് ഇതിൻ്റെ കണ്ണ് ഡോക്ടർമാരുടെ ആവശ്യം. വാസ്തവം പറഞ്ഞാൽ എനിക്ക് മലേഷ്യയിൽ പോകുമായിരുന്നു. എൻ്റെ അപ്പൻ അവിടെ ആയിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പം മരിച്ചു. പക്ഷേ അവിടെ അവസരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ നൈജീരിയയിൽ എന്നെ വിളിച്ചു വന്ന്. അപ്പോൾ നല്ല ശമ്പളമുണ്ട്, ഒരു കുഴപ്പമില്ല, ഇവിടെ വരെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൺസൾട്ടൻ്റ് അവിടെ പോയി എന്നോട് അവിടെ പോകണമെന്ന് ആവശ്യപ്പെട്ടു. ദൈവവിധി അങ്ങനെയല്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ അപ്പൻ മരിച്ചു, എൻ്റെ അമ്മ ഇവിടെ തനിച്ചായിരുന്നു, എൻ്റെ സഹോദരി ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കാത്ത സഹോദരി. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഞാൻ ഇവിടെ തന്നെ വരണം എന്ന് തീരുമാനിച്ച് ഞാനിവിടെ വന്നു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് അറിഞ്ഞ ഒരു ജോലി പോലും ഇല്ല. ആ അവസരത്തിലാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഈ റിവേഴ്സ് ബ്രെയിൻ ട്രെയിൻ. അതായത് അവിടെയുള്ള പഠിച്ച ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് ജോബ്. അങ്ങനെ എനിക്കൊരു ഗവൺമെൻറ് ആയിട്ട് തന്നെ ഒരു ജോബ് ഒരുക്കി തന്നു. മധുര മെഡിക്കൽ കോളേജിലാണ് അത് ഒരുക്കി തന്നത്. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ പോസ്റ്റുണ്ട്, പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഇന്ത്യക്ക് വരണമല്ലോ, അവിടെയെങ്കിലും തുടങ്ങാം എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് മധുരയിലാണ്. അവിടെ എത്ര കാലം? അവിടെ 5 വർഷം ഞാൻ സേവനം ചെയ്തു. അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. അവിടെയാണ് വാസ്തവത്തിൽ ഈ ബ്ലൈൻഡ്നെസ്സും ഒരു മൂർത്തീകരണം കാണുന്നത്. അതായത് ഈ വിറ്റമിൻ എ, അതായത് അവരുടെ ആഹാര രീതി വളരെ വ്യത്യാസമാണ്. അവർ ചോറോ അതൊക്കെ കറിയൊന്നും കഴിക്കില്ല, പച്ചക്കറികളൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള പാവങ്ങൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 കണ്ണും കാഴ്ച പോയിട്ടുള്ള ആൾക്കാർ
അപ്പനും അമ്മയും കുട്ടികളിങ്ങനെ കൂട്ടമോടുകൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ തിമിരത്തിൻ്റെ ഒരു ദിവസം 1000 രോഗികളെങ്കിലും കാണാം അവിടെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ എല്ലാ ആഴ്ചയും ഇവിടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ അതുവരെ ഞാൻ ക്യാമ്പ് കണ്ടിട്ടില്ല, ആശുപത്രിയുള്ള ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമാണ് പോകാൻ, ഞാനും കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ്, അവിടെ ഒരു ഉത്സവമാണ്. ഗവൺമെൻറ് ഇങ്ങനെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്, അവിടുന്ന് ഇവിടുന്ന് ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാം അവിടെ പോയി ഏതെങ്കിലും ഒരു സ്കൂളിൽ മാറ്റി ഓപ്പറേഷൻ തിയേറ്ററൊക്കെ അവിടെ ഉണ്ടാക്കി അവിടെ 1000 ആൾക്കാരുണ്ടാവും. അതിലൊരു 300-500 ആൾക്കാരെ ക്യാമ്പ്. അപ്പോൾ ഞങ്ങൾ ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്പറേഷൻ ചെയ്യണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളിങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 5-6 ടേബിൾ ഇട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവരെ അന്നൊക്കെ നടക്കാനും അനങ്ങാനൊന്നും പാടാത്തതുകൊണ്ട് ഇവരെ സ്ട്രെച്ചറിലെടുത്ത ആൾക്കാർ പോകും, കിടത്തി തല അനക്കാൻ പാടില്ല, കൈ അനക്കാൻ പാടില്ല, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പല നൂതനമായ സ്റ്റിച്ചിടുന്നത്, സ്റ്റിച്ചസ് ഇട്ട് അപ്പോൾ കുറച്ച് അനങ്ങാൻ പറ്റും, 3 ദിവസം കിടത്തിയാൽ മതി. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പോൾ അത് ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ അവിടുത്തെ അന്നത്തെ പ്രസിദ്ധനായ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഡോക്ടർ വെങ്കടസ്വാമി. അങ്ങേരാണ് അത് അരവിന്ദ് ഹോസ്പിറ്റലുകൾ തുടങ്ങിയത്, വലിയ ഹോസ്പിറ്റലുകളാണ്. അദ്ദേഹം എൻ്റെ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേര് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു കൂടുതൽ ഇത് ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എനിക്ക്. അത് പിന്നെ തുന്നലുകളിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം അതിനെല്ലാം എൻകറേജ് ചെയ്തു. നേത്ര ചികിത്സാ രംഗത്ത് ഏറ്റവും പുതിയ സർജറികൾക്ക് തുടക്കം കുറിച്ചത് സാറാണെന്ന് കേട്ടിട്ടുണ്ട്. ഇൻട്രാ ഓക്കുലർ ഇംപ്ലാന്റേഷൻ, കോർഡിയൽ ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെ പല പുതിയ സർജറികൾ. അത് അവിടെ വെച്ച് തന്നെ, ഈ മധുരയിൽ വെച്ച് തന്നെ തുടങ്ങിയോ? കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ സർജറി പുതിയതല്ല, പക്ഷേ കണ്ണ് കളക്ട് ചെയ്യുന്ന ഐ ബാങ്ക് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് അവിടെ മധുരയിലാണ് തുടങ്ങിയത്. അതിനത്തെ പിന്നിൽ ഡോക്ടർ വെങ്കടസ്വാമി എൻ്റെ അറിവ്, ഞാൻ അവിടെ സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, നമുക്കത് തുടങ്ങണം. സാമൂഹിക പ്രതിബദ്ധതയോടുള്ള ഒരു സംഗതിയാണ്. കണ്ണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ നമ്മുടെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അന്ന് ഞങ്ങളവിടെ ഒരു ഐ ബാങ്ക് തുടങ്ങി. ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും അങ്കമാലി ഒരു കുഗ്രാമമായിരുന്നെങ്കിലും, ഒരു കൊച്ചു ആശുപത്രി ആയിരുന്നെങ്കിലും എനിക്ക് ഐ ബാങ്ക് തുടങ്ങണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ വളരെയധികം ആൾക്കാർ ഈ കോർണിയ ഡിസീസസ് കൊണ്ട്, കാർണിയൽ കൃഷ്ണമണിയിൽ വെളുത്ത പാടുകളുണ്ട്, പിന്നെ അന്ധത ആയിട്ട് ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്ന കുടുംബങ്ങൾ തന്നെ ഉണ്ട്. മധുരയിൽ കോങ്കണ്ണിൻ്റെ ഒരു പ്രത്യേക വിങ് തന്നെ അങ്ങ് തുടങ്ങിയതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ. ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡെന്ന് പറയാം. അതായത് കോങ്കണ്ണ് ചികിത്സ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് സ്ക്വിൻ്റ് ആൻഡ് ഓർത്തോപ്റ്റിക് ആൻഡ് പ്ലിയോപ്റ്റിക് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയും. അത് ഇന്ത്യയിലാകെ 2 സെൻറ്റേഴ്സേ ഉള്ളൂ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ അങ്ങ് UP ഒരു സെൻറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൗത്ത് ഇന്ത്യയിൽ ഞാനാണ് ആദ്യമായിട്ട് ഈ കോങ്കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു യൂണിറ്റ് തുടങ്ങിയത്. അത് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ അതൊരു സ്കൂൾ, അതായത് ഇത് ഈ കോങ്കണ്ണ് പരിശോധിക്കുന്നതിനുള്ള ഇപ്പോൾ ഓപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു കോഴ്സ് കണക്ക് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട് കോങ്കണ്ണ് പരിശോധിക്കുന്നത്. ആ സ്കൂൾ തുടങ്ങിയതും ഞാനാണ് അവിടെ തുടങ്ങിയത്. അന്ന് എല്ലാ പത്രങ്ങളിലും അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. സാറ് പറയുകയുണ്ടായി, പ്രവർത്തന മേഖലയിലുണ്ടായ സാറിൻ്റെ വിജയം, നേട്ടങ്ങൾ, ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. അപ്പോൾ അവിടെ ദൈവാഭിമുഖ്യത്തിൻ്റെ ഒരു വഴിത്താര ഞാൻ കാണുകയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം അതാണല്ലോ പ്രതിഫലിക്കുക. അത് എങ്ങനെ തുടങ്ങി?
സാധാരണ പറയുന്ന പോലെ പഴയ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെല്ലാം പ്രാർത്ഥന ഒരു വലിയൊരു നിയമപരമായിട്ട് ദിവസവും പ്രാർത്ഥന എന്ന് പറഞ്ഞത് എല്ലാ കുടുംബങ്ങളിലും അന്നുണ്ടായിരുന്നു. ഇന്ന് സംഗതികളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും എൻ്റെ അമ്മയും ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. കൂടുതലും എൻ്റെ ഫാദർ അവിടെ ആയിരുന്നതുകൊണ്ടും അമ്മയാണ് ഇത് നോക്കിയതും വളരെ ധൈര്യമായിട്ട് എന്നെ വളർത്തിയതൊക്കെ. അപ്പോൾ ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിർബന്ധമായിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, വൈകുന്നേരം സന്ധ്യാ നമസ്കാരം ചെയ്യുക, കൊന്തയില്ലുക, ഇതൊക്കെ വളരെ ദിവസവും ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ഞങ്ങൾ വളർന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോളേജൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഈ ആത്മീയതയിലൊരു ചലനമുണ്ടായി. ഇതൊക്കെ ശരിയാണോ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ദൈവമുണ്ടോ? ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നാച്ചുറലായിട്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പഠനകാലത്തും എൻ്റെ ഈ പ്രൊഫഷണൽ കോളേജ് സമയത്തുമൊക്കെ ഈ ദൈവത്തിനോട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. പക്ഷേ പള്ളിയിൽ പോകും. അത് നിർബന്ധമായിട്ട് പള്ളിയിൽ പോകേണ്ടത്. ഞായറാഴ്ച എവിടെ പോയാലും പള്ളി ഉണ്ടെങ്കിൽ പള്ളി കണ്ടുപിടിച്ച് പോകും. ഇംഗ്ലണ്ടിൽ പോകുമ്പോഴും എനിക്ക് വർഷങ്ങളുണ്ടായിട്ടും അവിടെ അടുത്തുള്ള പള്ളി ഞാൻ പോകാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ അവിടെ ഈ എൻ്റെ ഭാര്യയാണെങ്കിൽ വളരെ ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. വീട്ടിലെ അമ്മ വളരെ ഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിലും ഈ സന്ധ്യാപ്രാർത്ഥന വളരെ നിർബന്ധമാണ്. അപ്പോൾ ഞാനും മക്കളും ഒക്കെ കുറേ കഴിഞ്ഞൊക്കെ ഞങ്ങൾ പറയും, മേക്ക് ഇറ്റ് ഷോർട്ട്, മേക്ക് ഇറ്റ് സ്വീറ്റ്, എന്തിനായി 5 ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു. ഞാൻ വളരെ വർഷങ്ങളോളം വളരെ ബിസിയായിരുന്നു. ആദ്യമൊക്കെ അങ്കമാലി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം രോഗികൾ വരുന്നു. രാവിലെ മുതൽ രാത്രി വരെ അവിടെ വർക്ക് ചെയ്യും. എങ്കിലും ഭാര്യ അവിടെ നിർത്തിക്കൊണ്ട് പറയില്ല, പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവൂ. അങ്ങനെ നിർബന്ധമായിരുന്നു. ഞാൻ പറയുന്നത് ഇതാണ്, ഞാൻ നല്ല കത്തോലിക്കാണ്. എന്താ തെറ്റ്? ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്. കുമ്പസാരിക്കാനാണെങ്കിൽ വർഷത്തിൽ 2 തവണയെങ്കിലും കുമ്പസാരിക്കും. പിന്നെ ഞാൻ പൊതുജനസേവനം നടത്തുന്ന ക്യാമ്പുകളിൽ പോകുന്ന ഞായറാഴ്ച പാവങ്ങൾക്ക് സഹായം നൽകുന്നു. ഇതിൽ കൂടുതൽ എന്താ ക്രിസ്ത്യാനി ആയാലുണ്ട്? പിന്നെ ഇതിൽ കൂടുതൽ എന്താ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്? അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് അന്ന് ഞാൻ ഇവിടെ ഒരു ക്ലബ്ബ് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ആലുവയിൽ ആൾക്കാരെല്ലാം കൂടെ എന്നെ വിളിച്ചു. ഞാനന്ന് റോട്ടറിയിലെ മെമ്പർ, പ്രസിഡൻറ്റ്, IMAയുടെ പ്രസിഡൻറ്റ്, പിന്നെ നാഷണൽ ഓർഗനൈസേഷൻ, നമ്മുടെ ഇന്ത്യൻ ഒപ്താൽമിക് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായി, പിന്നെ ഈ മെഡിക്കൽ ജേണലിൻ്റെ ഇതൊക്കെ ഒരുപാട് ജോലി. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഉറങ്ങാൻ സമയമില്ല. അപ്പോൾ വൈഫാണെങ്കിൽ ഒത്തിരി സംഗതികളുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാനും പോകാനും ഒരു സമയമല്ല. എൻ്റെ ഭാര്യയാണെങ്കിൽ അനസ്തറ്റിസ്റ്റാണ്, ഒരുപാട് ജോലിയുണ്ട്. എങ്കിൽ തന്നെയും പുള്ളി പ്രാർത്ഥന മുടക്കില്ല. എൻ്റെ അടുത്ത് ഞങ്ങൾ സാധാരണ വഴക്കുണ്ടാകാറുണ്ട്, എല്ലായിടത്തും വരുന്ന പോലെ. ഞാൻ പറഞ്ഞു, ഇതിന് കൂടുതൽ പ്രാർത്ഥിക്കണം, നമ്മുടെ സേവനം മതി, ഇത് ദൈവം കണ്ടോളും എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഇതുപോലെ ഈ ക്ലബ്ബ് ഓർഗനൈസ് ചെയ്ത് അത് തുടങ്ങാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഓടി നടന്ന് പണമൊക്കെ പിരിച്ച് ഒരു വലിയ ക്ലബ്ബ് അന്ന് ആരംഭിച്ചതാണ്. പെരിയാർ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ആലുവയിൽ. ഹാർട്ട് അറ്റാക്ക്. എന്ത് പ്രായം കാണും അന്ന്? എനിക്ക് തോന്നുന്നു ഇത് 1989 അപ്പോൾ 25, അതായത് ഒരു 55 വയസ്സോ മറ്റോ ആയിരിക്കണം. അപ്പോൾ പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മൂത്ത മകൾ ഡെൻറ്റിസ്ട്രിയാണ്, മകൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്, മറ്റുള്ളവരൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുകയാണ്. ഈ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതായത് ഈ ആദ്യത്തെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഇത് ഹാർട്ട് അറ്റാക്ക് ഒന്നും ആയിരിക്കില്ല. നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ കാർ ഓടിച്ച് ഇവിടെ വന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ അടുത്ത് പറഞ്ഞു, എനിക്കൊരു വേദന ഉണ്ടായി വെച്ചാൽ അത് അൾസറായിരിക്കും, മരുന്നൊക്കെ കഴിച്ച് കിടന്നു. രണ്ടാമത് ഹാർട്ട് അറ്റാക്ക് വന്ന്
മേജർ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭാര്യ അവിടെ അടുത്തുള്ള വീട്ടുകാരെല്ലാവരും കൂടെ ആശുപത്രിയിൽ എത്തിച്ചു. നല്ല ഡാമേജ്, സീരിയസ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻ എല്ലാവർക്കും ഇതാണ്, വൈ ഗോഡ് ഹാസ് ഡൺ ദിസ് ടു മീ. അതായത് ഞാൻ ഇതൊക്കെ ചെയ്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി അതെല്ലാം ചെയ്തിട്ട് എന്തുകൊണ്ട് എന്നെ മാത്രം. അത് കഴിഞ്ഞ് അവിടെ ഒരു മാസത്തോളം കിടന്ന് വളരെ സീരിയസ് ആയിരുന്നു. കോട്ടയിൽ നിന്ന് പനിക്കലച്ചൻ വന്നു, നായിക്കാമ്പറമ്പിലച്ചൻ വന്നു, ഒക്കെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവിടുന്ന് ധ്യാനം കൂടി. അന്ന് മുതലാണ് എൻ്റെ ദൈവത്തിൻ്റെ ഒരു അടുപ്പം എനിക്കുണ്ടായത്. ആദ്യം എനിക്ക് വന്നെങ്കിലും ദൈവം എന്നെ തയ്യാറാക്കിയതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ചിന്താഗതി എന്നെ മാറ്റിയത് ഹാർട്ട് അറ്റാക്കിലാണ്. വ്യക്തിജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും വലിയൊരു ആ പ്രതിസന്ധി ദൈവം തന്നത്, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേദനിക്കാനുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. സാമ്പത്തികമായ വളരെ ബുദ്ധിമുട്ട്, മക്കളെ കെട്ടിച്ചിട്ടില്ല, പിന്നെ മക്കളെ പഠിപ്പിക്കണം. അന്ന് മിഷൻ ആശുപത്രിയിൽ കിട്ടുന്ന ശമ്പളം വളരെ നമുക്ക് ജീവിക്കാനുള്ള ശമ്പളത്തിൽ കൂടുതലൊന്നും ഒരു സേവ് ചെയ്യാനൊന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും ഞാൻ ആ സേവനത്തിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് പലരും പുറത്തോട്ട് വിളിച്ചിട്ട് ഞാൻ പോവുക പോലും ചെയ്തില്ല. ഐ റിഫ്യൂസ് ടു അക്സെപ്റ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞു, എനിക്കിതാണ് എനിക്കിഷ്ടം, എനിക്ക് പൈസയേക്കാൾ ഇഷ്ടം ഇതാണ്. വ്യക്തിപരമായൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ധാരാളം പണം അന്ന് കിട്ടുമായിരുന്നു, നല്ലൊരു പ്രശസ്തി അന്നുണ്ടായിരുന്നു. ഞാൻ കേമനാണെന്നൊരു ചിന്ത, ഒരു അഹങ്കാരം, അങ്ങനെ എന്തെങ്കിലും അക്കാലഘട്ടത്തിൽ? എനിക്ക് കേമനാണെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അത് പൈസ കൊണ്ടല്ല, പൈസ മോശമായിരുന്നു. പക്ഷേ എൻ്റെ അംഗീകാരവും എൻ്റെ ആൾക്കാരിങ്ങനെ അന്വേഷിച്ച് വരുന്നത്, അതായത് അങ്ങനെ ഒരു ഡോക്ടറിനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി മിനിസ്റ്റർ വിളിച്ച് പറയുക, ചില ആൾക്കാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് പറയും, ഒരു VIP വരുന്നുണ്ട്, ദയവ് ഡോക്ടറിനെ തന്നെ കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഹങ്കാരമുണ്ട്, ഭയങ്കര അഹങ്കാരം തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ ഉപകരണമാണ്, എളിയ ഒരു ഉപകരണമാണ് ഞാൻ എന്ന് ഒരു എളിമയുടെ മനോഭാവത്തിലേക്ക് വരാൻ ആ ഹാർട്ട് അറ്റാക്ക് ഉപകരിച്ചു. അതെ, അത് സംശയമൊന്നുമില്ല. അത് വാസ്തവത്തിൽ ഈ നമ്മൾ എത്ര വലിയവനായാലും ശരി, ഒരു ഹാർട്ട് അറ്റാക്കോ ഇതുപോലത്തെ ഒരു സൂക്കടോ വന്ന് ഒരു ആക്സിഡൻറ്റോ പറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ശാരീരികവും മാനസികവുമായ ഒരിത് വരുമ്പോൾ എല്ലാം തകരില്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ചിന്താഗതി തന്നെ വ്യത്യസ്തമാവും. അവിടെയാണ് അന്ന് ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമുക്കൊരു വഴി കാട്ടിത്തന്നത്. അന്ന് മുതലാണ് എനിക്ക് എൻ്റെ ഔട്ട്ലുക്ക് ഓഫ് ലൈഫ് വളരെയധികം വ്യത്യാസം വന്നെന്ന്. അതിന് ശേഷമാണ് അന്ന് മുതൽ ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാത്തിനും വഴി. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അത് കഴിഞ്ഞ് എല്ലാം സുഖമായിരുന്നു എന്നൊന്നും അല്ല പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ കുരിശുകളുണ്ടായിട്ടുണ്ട്, വളരെയധികം കുരിശുകളുണ്ടായിരുന്നു. പക്ഷെ വളരെ വ്യത്യാസമുണ്ട്. ആദ്യം തന്ന കുരിശിന് ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞെങ്കിൽ രണ്ടാമത് പിന്നെ ഉണ്ടായ കുരിശുകൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു ചെയ്തത്. അത് ആ ഒരു മാനസിക സ്ഥിതി മനുഷ്യർക്കുണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ അപ്പോൾ പറയാം, ഇപ്പോഴാണ് നമ്മൾ ദൈവത്തോടടുത്തത്. കുരിശുകളില്ലാത്ത ജീവിതമില്ല. സ്വർണം ഇതിലിട്ട് ഒരുക്കി ശുദ്ധീകരിക്കുന്ന പോലെ നമ്മൾ ശുദ്ധീകരിക്കാനായിട്ട് ഒരുപാട് കുരിശുകൾ ദൈവം തന്നെന്ന് വരും. അതിനെ നേരിടാനും അതിനുള്ള ഒരു മാനസിക സ്ഥിതി അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തിരിച്ചറിവിലേക്ക് ഞാൻ വന്നെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് പിന്നെ ഇത് ഓപ്പറേഷൻ പോയപ്പോൾ, സിമ്പിൾ ഓപ്പറേഷൻ എല്ലാവരും 7 ദിവസം കഴിഞ്ഞ് പോകുന്നു, എന്നെ 1 മാസം കഴിഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുള്ള പെയിനും ഭയങ്കരമായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് ഞാൻ മരിച്ചു പോകുന്നവരെ പലർക്കും തോന്നത്തക്ക വിധത്തിലായിരുന്നു എൻ്റെ കോംപ്ലിക്കേഷൻസ്. അത് കഴിഞ്ഞ് തിരികെ ഇവിടെ വന്ന് ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി, എനിക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വന്നിട്ട്, ഒരു സിസ്റ്റർ വന്ന് എൻ്റെ ബ്ലഡ് എടുക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു, ഡോക്ടറിൻ്റെ കണ്ണിൽ മഞ്ഞിച്ചിരിക്കുന്നുണ്ടോ, ഒന്ന് നോക്കണത്, എന്തോ സീരിയസ് ആയിട്ടുണ്ട്.
അത് നോക്കിയപ്പോൾ എന്താണ്, ജോണ്ടിസ് സി ടൈപ്പ്, വളരെ റെയർ ജോണ്ടിസാണ്. എന്നിട്ട് കൊണ്ടുപോയി ഞങ്ങൾ പിന്നെ ഡോക്ടർമാരെയൊക്കെ കണ്ട് വളരെ വില കൂടിയും വളരെ വിഷമിച്ച ഒരു ഇഞ്ചക്ഷനായിരുന്നു. 6 മാസം ആഴ്ചയിൽ 2 തവണ. അത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെയും വേദനയും ഇതുകൊണ്ടൊക്കെ അത്രയ്ക്ക് ക്ഷീണമുള്ള ഒരു ഇഞ്ചക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ മരുന്നും എടുത്തിട്ട് ഞാൻ ദിവസവും ആശുപത്രിയിൽ പോകുമായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ ആശുപത്രി മിസ് ചെയ്തില്ല. അതൊക്കെ തന്നിട്ടും ദൈവം എന്നെ അത് കൂടുതൽ അങ്ങനെ തരുംതോറും ഇത് ദൈവം എന്നെ ശുദ്ധീകരിക്കുന്നതാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിന് ദൈവം ഒരിക്കലും ഹി വിൽ നോട്ട് ലെറ്റ് us ഡൗൺ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഉണ്ടായത്. ശക്തമായ പരീക്ഷണങ്ങളിലൂടെ നമ്മളെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കുകയാണ്. ഇതുപോലെ പല സംഭവങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും എന്നെ സഹായിക്കുകയും എന്നെ പൊക്കിക്കൊണ്ടുവരികയും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അവാർഡുകളും ഇതൊക്കെ ഉണ്ടായതിന് ശേഷമാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ അക്സെപ്റ്റൻസും ഇതൊക്കെ ഉണ്ടായി.